അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അൽ അഫ്ആലുൽ ഖംസ അല്ലെങ്കിൽ അൽ അംസിലത്തുൽ ഖംസ എന്ന വ്യാകരണത്തിലെ നഹ്വിലെ ഒരു അധ്യായമാണ് ഇവിടെ വിശദീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പല വിഷയങ്ങൾ പറഞ്ഞു. ഇവിടെ വിഷയം അതിൻ്റെ ഇഅ്റാബ് നിയാബിയായിട്ട് അടിസ്ഥാന അലാമത്തുകൾ, ഇഅ്റാബിൻ്റെ അടിസ്ഥാന അലാമത്തുകളില്ലാതെ പകരം വരുന്ന അലാമത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് റഫ്ഇൻ്റെ സന്ദർഭത്തിൽ നൂനെ സ്ഥിരപ്പെടുത്തുക. എഫ്അലാനി, തഫ്അലാനി, യഫ്അലൂന, തഫ്അലൂന, തഫ്അലീന എന്നൂനെ സ്ഥിരപ്പെടുത്തലാണ്. നസ്ബ് ചെയ്യുമ്പോഴും ജസ്മ് ചെയ്യുമ്പോഴും നൂനിനെ കളഞ്ഞുകൊണ്ടാണ് അതിൻ്റെ നസ്ബും ജസ്മും. ലം യഫ്അല, ലൻ യഫ്അല, ലം തഫ്അല, ലൻ തഫ്അല, ഇങ്ങനെ നൂനിനെ കളഞ്ഞുകൊണ്ടുള്ള ഇഅ്റാബ്, ആ ഒരു വിഷയമാണ് പറഞ്ഞത്. ഇനി നമുക്കിവിടെ ഗ്രന്ഥകാരൻ മുഅ്തല്ലായ ഇസ്മുകൾ, അവയുടെ ഇഅ്റാബുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറയുന്നത്. നമുക്കതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ അൽ അഫ്ആലുൽ ഖംസയിൽ അല്ലെങ്കിൽ അൽ അംസിലത്തുൽ ഖംസയിൽ ഒരനുബന്ധം അനിവാര്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണ്? ഇപ്പോൾ ഈ അഫ്ആലുൽ ഖംസ, അതിലേക്ക് തൗക്കീദിൻ്റെ നൂന് ചേർന്നാൽ, തൗക്കീദിൻ്റെ നൂന് ചേർന്നാൽ, ഇപ്പോൾ ഈ ഉദാഹരണത്തിൽ കാണുന്നത് പോലെ തഫ്അലുന്ന, ഇവിടെ തൗക്കീദിൻ്റെ ന എന്ന നൂന് ഈ അഫ്ആൽ ഖംസയിൽ ചേർന്നാണ്. തഫ്അലൂന എന്നാണ്. തഫ്അലൂന നമ്മൾ പറഞ്ഞ അംസിലത്തുൽ ഖംസയിൽപ്പെട്ടാണ് തഫ്അലൂന. അതിലേക്ക് തൗക്കീദിൻ്റെ നൂന് ചേർന്നു. ഇങ്ങനെ ചേരുമ്പോൾ ഈ തൗക്കീദിൻ്റെ നൂന് ചേർന്നിട്ടുണ്ടെങ്കിൽ അഫ്ആലുൽ അംസിലത്തുൽ ഖംസയിൽപ്പെട്ട നൂന് കളയപ്പെടും. നൂന് ഇവിടെ വുജൂബ് നിർബന്ധമായിട്ട് കളയപ്പെടും. അപ്പോൾ ഇവിടെ ശരിക്ക് തഫ്അലൂന റഫിൻ്റെ സന്ദർഭത്തിലാണ്. റഫിൻ്റെ സന്ദർഭത്തിൽ നൂന് അവിടെ വരണം, കാരണം നൂന് കൊണ്ടാണ് റഫ്, നൂനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ട്. പക്ഷേ നൂന് തൗക്കീദ് ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ അംസിലത്തുൽ ഖംസയിലെ നൂന് കളയപ്പെടും. റഫിൻ്റെ സന്ദർഭത്തിലും അത് നിർബന്ധമായിട്ട് കളയപ്പെടും. അപ്പോൾ തഫ്അലൂന എന്നാണ്. പക്ഷേ തൗക്കീദിൻ്റെ നൂനുണ്ടല്ലോ, ഇതിൽ ആദ്യത്തെ നൂന് സുക്കൂനാണ്, രണ്ടാമത്തേത് ഹറക്കത്തുള്ള നൂനാണ്. അതുകൊണ്ട് തന്നെ രണ്ട് സുക്കൂനുകൾ അടുത്ത് വരും. ഈ നൂന് കളഞ്ഞിട്ടുണ്ടെങ്കിൽ തഫ്അലൂ വാവിന് സുക്കൂനാണ്, ഇവിടുത്തെ ആദ്യത്തെ നൂനിന് സുക്കൂനാണ്. അപ്പോൾ രണ്ട് സുക്കൂൻ ചേർന്ന് വരുന്നത് കാരണത്താൽ അവിടെ ഈ വാവും കളയപ്പെടും ഇത്തരം ഉദാഹരണങ്ങളിൽ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്? തഫ്അലുന്ന എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത് തഫ്അലു എന്നുള്ളത് പ്രതിനിധീകരിക്കുന്നത് അൽ അംസിലത്തുൽ ഖംസയിൽപ്പെട്ട തഫ്അലൂനയാണ്. പക്ഷേ വാവും നൂനും പ്രത്യേക സാഹചര്യത്തിൽ കളയപ്പെട്ടു. ഇവിടെ നൂന് കളയുക എന്നുള്ളത് നിർബന്ധമായ അവസ്ഥയാണ്. കാരണം തൗക്കീദിൻ്റെ നൂന് ഈ അൽ അംസിലത്തുൽ ഖംസയോട് ചേർന്നതിനാൽ. അതൊന്ന്. രണ്ട്, ഇവിടെ അത്തുക്രിമൂനി, അത്തുക്രിമൂനി എന്നുള്ളിടത്ത് തുക്രിമൂനി ഇങ്ങനെയാണ്. തുക്രിമൂന നി, ഇവിടെ നൂന് കളഞ്ഞിട്ടുണ്ട്. ഏത് നൂന് കളഞ്ഞിട്ടുണ്ട്? തുക്രിമൂന എന്നുള്ള നൂന് കളഞ്ഞിട്ടുണ്ട്. തുക്രിമൂന എന്നുള്ളത് അൽ അംസിലത്തുൽ ഖംസയിൽപ്പെട്ടതാണ്. കാരണം മുദാരിഅ ഫീലിനോട് വാവുൽ ജമാഅ ചേർന്ന് വന്നു. അപ്പോൾ വാവുൽ ജമാഅ ചേർന്ന് വന്ന മുദാരിഅ ഫീലാണ് എന്ത്? അൽ അംസിലത്തുൽ ഖംസയിൽപ്പെട്ടത്. അപ്പോൾ ഇവിടെ തുക്രിമൂന നീ എന്നാണ്. ഇവിടെ റഫിൻ്റെ സന്ദർഭമാണ്. ആ റഫിൻ്റെ സന്ദർഭത്തിലും നൂന് കളയപ്പെട്ടു. അതെന്തിനാണ് കളയപ്പെട്ടത്? ഇവിടെ മറ്റൊരു നൂനുണ്ട്,
അപ്പോൾ ഈ നൂന്, ഇവിടെയുള്ള നൂന് നൂനുൽ വിഖായ എന്ന് പറയും. തുക്രിമൂന എന്ന ക്രിയയിലെ നൂന് ഇവിടെ കളയപ്പെട്ടിട്ടുണ്ട്. അത് അങ്ങനെ കളയൽ അനുവദനീയമാണ്, നിർബന്ധമല്ല. അത്തുക്രിമൂനനി എന്നും പറയാം, അത്തുക്രിമൂനി എന്നും പറയാം. പക്ഷേ ഇവിടെ ഞാനിത് കൊണ്ടുവന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നൂന് കളയപ്പെട്ടിട്ടുണ്ട്. ഈ ക്രിയക്ക് റഫ്ഇനെ ഉള്ള അലാമത്താണ് ഈ നൂന്. ആ നൂന് അവിടെ കളയപ്പെട്ടിട്ടുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ. അഥവാ ഈ നൂനുൽ വിഖായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാ ഉൽ മുത്തക്കല്ലിം, ഇവിടെ അത്തുക്രിമൂനി നിങ്ങൾ എന്നെ ആദരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ ഈ നീ എന്നുള്ളത് യാ ഉൽ മുത്തക്കല്ലിമാണ്, എന്നെ എന്ന അർത്ഥത്തിൽ. അപ്പോൾ യാ ഉൽ മുത്തക്കല്ലിമിൻ്റെ തൊട്ട് മുമ്പ് വരുന്ന നൂനാണ് നൂനുൽ വിഖായ, നൂനുൽ ഒയ്മാദ് എന്നും പറയും. ഇനി നൂനുൽ വിഖായ അല്ലെങ്കിൽ നൂനുൽ ഒയ്മാദ്. അപ്പോൾ ഈ നൂനുൽ വിഖായ, നൂനുൽ ഒയ്മാദ്, അതിനു മുമ്പിൽ അൽ അംസിലത്തുൽ ഹംസയിൽപ്പെട്ട റഫിൻ്റെ നൂന്, ആ നൂന് ചിലപ്പോഴൊക്കെ കളയപ്പെടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഉദാഹരണം വായിക്കും. ഇതേപോലെ ഇപ്പോൾ പ്രസിദ്ധമായ ഹദീസാണ്, വല്ലദീ നഫ്സി ബിയദി ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു എന്ന് തുടങ്ങിയിട്ടുള്ള ഹദീസ്. ഇവിടെ ഈ ഹദീസിൽ ലാ തദ്ഖുലു, ഇവിടെ തദ്ഖുലൂന എന്നാണ്, തദ്ഖുലൂന, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നൂന് സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണല്ലോ അതിൻ്റെ റഫ്. കാരണം ഈ ലാ നാഫിയയാണ്, ലാ നാഹിയല്ല. ഇവിടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ലാ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. നിർബന്ധമായിട്ടും ഈ ലാം എന്താണ്? ലാ നാഫിയാണ്, നിരാകരണത്തിനാണ്, അല്ലാതെ വിരോധിക്കാനല്ല. അതൊരിക്കലും പാടുള്ളതല്ല. ലാ തദ്ഖുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കരുതേ എന്ന് പറയില്ലല്ലോ. പിന്നെയോ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഹത്താ തുഅ്മിനു, ഈമാൻ ഉൾക്കൊള്ളുന്നത് വരെ എന്നാണ്. അപ്പോൾ ഇവിടെ നൂന് കളയപ്പെട്ടിട്ടുണ്ട് ഈ ഹദീസിൽ. പറയുമ്പോൾ ഇവിടെ നൂന് വേണം, ലാ തദ്ഖുലൂന, നൂനാണ് ഇതിൻ്റെ റഫിനെ സ്ഥിരീകരിക്കേണ്ടത്. പക്ഷേ തിരുമൊഴിയിൽ ഇവിടെ ലാ തദ്ഖുലുൽ ജന്ന നൂന് പറയപ്പെട്ടിട്ടില്ല. പണ്ഡിതന്മാർ പറയുന്നത് അത് തഖ്ഫീഫ് എന്നാണ്, തഖ്ഫീഫൻ മിൻ ബാബി തഖ്ഫീഫ് എന്ന് പറയും. ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും, ഈ നൂന് അൽ അംസിലത്തുൽ ഖംസയിൽപ്പെട്ട ഈ നൂനുണ്ടല്ലോ, ഈ നൂന് അത് ചില സന്ദർഭങ്ങളിൽ പറയാതെയും പ്രയോഗം വരും, മനസ്സിലായി? അതിന് ഉദാഹരണമാണ് ഈ ഒരു ഹദീസ്. അപ്പോൾ അത് പിന്നെ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും, ഈ നൂന് പറയേണ്ടടുത്ത് പറയാതെയും പ്രയോഗങ്ങൾ വരും അറബി ഭാഷയിൽ, മനസ്സിലല്ലേ? അത് അറിയിക്കാനാണ് ഈ ഒരു ഉദാഹരണം എഴുതിയത്. അപ്പം നമ്മളിവിടെ അൽ അംസിലത്തുൽ ഖംസയിൽ നൂനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ് അതിനുള്ള റഫ്, യഫ്അലൂന, തഫ്അലൂന, യഫ്അലാനി, തഫ്അലാനി, തഫ്അലീന ഇത് പറയുമ്പോൾ, പിന്നെ നൂനെ കളഞ്ഞുകൊണ്ടാണ് അതിന് നസ്ബ്, ജസ്മ് എന്ന് പറയുമ്പോൾ ഈ ഒരു 3 വിഷയങ്ങൾ ഓർമ്മയിലുണ്ടാകണം. ഈ നൂന് പറയേണ്ടടുത്ത് നൂനെ കളയൽ നിർബന്ധമാകുന്ന സന്ദർഭമുണ്ട്, നൂനിനെ കളയൽ അനുവദനീയമാകുന്ന സന്ദർഭമുണ്ട്, അത് നൂനുൽ വിഖായക്ക് മുമ്പാണ്. പിന്നെ ചില പ്രയോഗങ്ങൾ കാണാം, ചില കവിതകളൊക്കെ കാണാം ഇതേപോലെ നൂന് പറയേണ്ടടുത്ത് നൂനിനെ കളയാതെ തഖ്ഫീഫിന് വേണ്ടി പിന്നെ എന്ന് അതിന് പറയും. അങ്ങനെ നൂന് കളഞ്ഞതായിട്ടുള്ള സന്ദർഭങ്ങളും നമ്മൾ വായിക്കും. ഇത് മുമ്പത്തെ പിന്നെ ക്ലാസ്സിനോടൊരു അനുബന്ധമായിട്ട് ഒരു വിഷയം മനസ്സിലാക്കാനാണ് ഞാനിതിവിടെ എഴുതിയത്. ഇത് നമുക്ക് പിന്നെ 2 കാരണങ്ങളാണ്. ഒന്ന്, ക്ലാസ്സിൻ്റെ ടൈം കുറച്ച് നീണ്ടുപോയി, അതുകൊണ്ട് നമ്മളത് പിന്നെ നീട്ടി വെച്ചതാണ്. ഈ ഒരു പിന്നെ വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യം അത് കാരണത്താൽ ഇത് ഇവിടെ ഒന്ന് അനുസ്മരിച്ചു എന്ന് മാത്രമേ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ ഗ്രന്ഥകാരൻ ഇഅ്റാബിൽ, നമ്മൾ ഇഅ്റാബാണല്ലോ നമ്മുടെ വിഷയം. ഇഅ്റാബിൽ ലഫ്ദിയായിട്ടുള്ള ഇഅ്റാബുണ്ട്, ലഫ്ദിയായിട്ടുള്ള ഇഅ്റാബ്, പിന്നെ മഹല്ലിയായിട്ടുള്ള ഇഅ്റാബ് ഉണ്ട്, പിന്നെ തഖ്ദീരിയായിട്ടുള്ള ഇഅ്റാബുണ്ട്.
ലഫ്ദിയായ ഇറാബാണ് നമ്മൾ പഠിച്ചത്. ലഫ്ദിയായിട്ടുള്ള ഇറാബ്. ഇറാബിൻ്റെ 4 ഇനങ്ങൾ: റഫ്, നസ്ബ്, ജറ്, ജസ്മ്. റഫ് ദമ്മ് കൊണ്ട്, നസ്ബ് ഫതഹ് കൊണ്ട്, ജറ് കസറ് കൊണ്ട്, ജസ്മ് സുക്കൂന് കൊണ്ട് അടിസ്ഥാനപരമായി. പിന്നെ നിയാബിയായിട്ട് പകരമായിട്ട് വരുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതാണ് ലഫ്ദിയായിട്ടുള്ള ഇറാബ്. എന്നാൽ മഹല്ലിയായിട്ടുള്ള ഇറാബ് എവിടെയാണ്? മഹല്ലിയായ ഇറാബ് വരൽ മബ്നിയായ സന്ദർഭങ്ങളിലാണ്. ഒരു മബ്നിയാകുമ്പോൾ മബ്നിയിലാണ് ഇറാബ്. ഫി മഹല്ലി റഫ്ഇൻ, ഫി മഹല്ലി ജസ്മിൻ, ഫി മഹല്ലി നസ്ബിൻ, ഫി മഹല്ലി ജറിൻ എന്ന് പറയും. മഹല്ലിയായിട്ടുള്ള ഇറാബ് ഇൻഷാ അല്ലാഹ് നമുക്കത് വരും. മബ്നിയിൽ ഇറാബ് പറയുമ്പോൾ ഫി മഹൽ എന്ന് പറയും. എന്നാൽ ഇസ്മുകളിൽ, അതേപോലെ ഫേലുകളിൽ മുഅത്തല്ലായ ഇസ്മുകൾ, മുഅത്തല്ലായ ഫേലുകൾ എന്ന് പറയും. അവയിൽ ഇഅ്റാബ് തഖ്ദീരിയായിരിക്കും. എല്ലാം തഖ്ദീരി എന്നല്ല. ഇസ്മാണ് എങ്കിൽ റഫ്ഉം നസ്ബും ജറും വരും. ഈ 3 അവസ്ഥയിലും തഖ്ദീർ, ഇഅ്റാബ് സാങ്കല്പികമായിരിക്കും. ഉദാഹരണം നമുക്ക് പറയാം. ഫിഅലാണ് എങ്കിൽ, അതേപോലെ തന്നെ ഇസ്മാണ് എങ്കിൽ നസ്ബ് വെളിവാകുകയും റഫ്ഉം ജറും തഖ്ദീരി സങ്കല്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരും. ഫിഅലാണ് എങ്കിൽ റഫ്ഉം നസ്ബും ജസ്മും സങ്കല്പിക്കുന്ന, അല്ലെങ്കിൽ തഖ്ദീരിയായിട്ടുള്ള അങ്ങനത്തെ അവസ്ഥയും വരും. നമുക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഭാഗങ്ങൾ ഇവിടെ വിശദീകരിക്കാം. മുഅത്തൽ ആയ ഇസ്മ്, മുഅത്തല്ലായ ഫിഅൽ അത് എന്ത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം, മുഅത്തല്ലായ ഇസ്മ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഇസ്മിൻ്റെ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ ഹർഫ് വരികയാണെങ്കിൽ അതാണ് വ്യാകരണ പണ്ഡിതന്മാരുടെ അടുക്കൽ മുഅത്തല്ലായ ഇസ്മ്. ഇല്ലത്തിൻ്റെ ഹർഫുകൾ അലിഫ്, വാവ്, യ എന്നിവയാണ്. മനസ്സിലായ? അപ്പോൾ ഹുദ, ഹുദ ഇത് ഇല്ലത്തിൻ്റെ ഹർഫാണ്, അലിഫ്. അതേപോലെ ഇപ്പോൾ വാവ്, വാവിനൊരു ഉദാഹരണം മോസ്കോ. യാന് ഉദാഹരണം ഖാദി. ഇവിടെ നോക്കിയും അവസാനത്തിൽ വാവ്, അതേപോലെ യാ, അലിഫ് ഇവ വന്നു. ഇതൊക്കെ ഈ 3 അക്ഷരങ്ങൾക്കാണ് ഹുറൂഫുൽ ഇല്ല എന്ന് പറയും, ഹുറൂഫുൽ ലീൻ എന്ന് പറയും. ഹുറൂഫുൽ ഇല്ല, ഇല്ലത്തിൻ്റെ ഹർഫുകൾ. ഈ ഇല്ലത്തിൻ്റെ ഹർഫുകളിൽ അവസാനിക്കുന്ന ഇസ്മുകൾ, അതിനാണ് മുഅത്തല്ലായ ഇസ്മ എന്ന് പറയാം. മുഅത്തല്ലായ ഇസ്മ എന്ന് പറയാം. ഇതേപോലെ ഇല്ലത്തിൻ്റെ ഹർഫുകളിൽ അവസാനിക്കുന്ന ഫിഅലുകളുണ്ട്. ഇപ്പോൾ ഖദ, ദഅ അലിഫിൽ അവസാനിക്കുന്ന ഫിഅലാണ്. വാവിൽ അവസാനിക്കുന്ന യദ്നു, യർജു. അതേപോലെ തന്നെ യായിൽ അവസാനിക്കുന്ന യഖ്ദി, യർമി, ഖശിയ. ഇങ്ങനെ ഇല്ലത്തിൻ്റെ അക്ഷരത്തിൽ അവസാനിക്കുന്ന ഫിഅലുകളുണ്ട്. നമ്മുടെ ഗ്രന്ഥകാരൻ ഇല്ലത്തിൽ അവസാനിക്കുന്ന ഇസ്മുകളെ ഇവിടെ കൊണ്ടുവരികയാണ്. എന്തിന്? അതിൻ്റെ ഇഅ്റാബ് നമ്മൾ ഇഅ്റാബാണല്ലോ നമ്മളുടെ വിഷയം. അപ്പോൾ അതിൻ്റെ ഇഅ്റാബ് എങ്ങനെ എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്, ഇഅ്റാബ് എങ്ങനെയെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അത് ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ തുടർന്ന് മനസ്സിലാക്കാം. ഗ്രന്ഥകാരൻ പറയുന്നു, വസമ്മി മുഅ്തല്ലൻ മിനൽ അസ്മാഇ മാ കൽ മുസ്തഫ വൽ മുർതഖി മാ കാരിമ. വസമ്മി, നീ അടയാളം വെച്ചോ, അല്ലെങ്കിൽ നീ പേര് വെച്ചോ. ആർക്ക്? യാതൊന്നിന്.
വസമ്മി മ, യാതൊന്നിന് നീ പേര് വെച്ചോ. എന്ത് പേര് വെച്ചോ? മുഅത്തല്ല മിനൽ അസ്മാ, ഇസ്മുകളിൽ മുഅത്തല്ലെന്ന്, ഇസ്മുകളിൽ നിന്ന് ഉള്ള മുഅത്തല്ലെന്ന് നീ അടയാളം വെച്ച പേര് വെച്ചോ. ഏതുപോലുള്ള ഇസ്മുകൾ? കൽ മുസ്തഫ, മുസ്തഫ പോലുള്ള, വൽ മുർത്തഖി, മുർത്തഖിയും പോലുള്ള. അപ്പോൾ മുസ്തഫ പോലുള്ള, മുർത്തഖിയും പോലുള്ള യാതൊന്നിന് ഇസ്മുകളിൽ നിന്നുള്ള മുഅത്തൽ എന്ന് വസമ്മി നീ പേര് വെച്ചോ എന്നാണ്. കവിതയ്ക്ക് വേണ്ടിയിട്ട് എന്തുണ്ട്, ചില തഖ്ദീം തഖീർ നടന്നിട്ടുണ്ട്. നമുക്കതെങ്ങനെ ക്രമമായിട്ട് വായിക്കാം. വസമ്മി മാ കൽ മുസ്തഫ വൽ മുർത്തഖി മുഅത്തല്ല മിനൽ അസ്മാ. വസമ്മിമ, യാതൊന്നിന് നീ പേര് വെച്ചോ, അടയാളം വെച്ചോ. കൽ മുസ്തഫ, മുസ്തഫ പോലുള്ള, വൽ മുർത്തഖി, മുർത്തഖിയും പോലുള്ള യാതൊന്നിന് നീ പേര് വെച്ചോ. എന്ത് പേര് വെച്ചോ? മുഅത്തല്ല മിനൽ അസ്മ, ഇസ്മുകളിൽ നിന്നുള്ള മുഅത്തൽ എന്ന് പേര് വെച്ചോ എന്നാണ്. ഇവിടെ ഈ മുഅത്തല്ല മിനൽ അസ്മ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇസ്മുകൾ മിനൽ അസ്മാഇൽ മുഅറബ, മുഅറബത്തായ ഇസ്മുകളാണ്. മുഅറബത്തായ ഇസ്മുകളാണ്. നമ്മൾ പറഞ്ഞു മബ്നിയായ ഇസ്മുകളുണ്ട്, മുഅറബായ ഇസ്മുകളുണ്ട്. മബ്നിയായ ഇസ്മ ഏതാ? അത് നമ്മൾ പറഞ്ഞു ലിശബഹിം മിനൽ ഹുറൂഫി മുദ്നി, ഹർഫുകളോടടുത്ത് സാദൃശ്യമുള്ള ഇസ്മുകളാണ് മബ്നിയായ ഇസ്മുകൾ. എന്നാൽ ഹർഫുകളോട് സാദൃശ്യമില്ലാത്ത ഇസ്മുകളൊക്കെ മുഅറബായ ഇസ്മുകളാണ്. ഈ മുഅറബായ ഇസ്മുകളിൽ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ വരുന്ന ഇസ്മുകളുണ്ട്, അവസാനത്തിൽ ഇല്ലത്തിൻ്റെ ഹർഫുകൾ വരുന്ന ഇസ്മുകളുണ്ട്. ആ ഇസ്മുകളെ പ്രത്യേകം പറയാൻ കാരണം അവയുടെ ഏറാബ് ചിലത് ഒന്നും തെളിയില്ല. നസ്ബാകട്ടെ, റഫ് ആകട്ടെ, ജറാകട്ടെ, മൂന്നും തെളിയില്ല. ചില ഇസ്മുകളിൽ ചിലത് തെളിയും, ചിലത് തെളിയില്ല. അപ്പോൾ ഗ്രന്ഥകാരൻ ആ ഒരു വിഷയമാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മുഅറബായ ഇസ്മുകളിൽ മുഅത്തൽ എന്ന് നീ അതിന് പേര് വെച്ചോ എന്നാണ്. ഇവിടെ വൽ മുർത്തഖി മക്കാരിമ എന്ന് പറഞ്ഞു. അത് പിന്നെ മുർത്തഖി എന്ന് പറഞ്ഞാൽ കയറുന്നവൻ എന്നർത്ഥം. കയറുന്നവൻ, എവിടെ കയറുന്നവൻ? മക്കാരിമ, ആദരണീയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആദരവുകൾ താണ്ടുന്നവൻ എന്നർത്ഥത്തിൽ. മനസ്സിലായോ? മക്കാരിമ എന്നും വായിക്കാം, മക്കാറമ എന്നും വായിക്കാം. പക്ഷെ ഇവിടെ പിന്നെ മക്കാരിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥാനമാനങ്ങൾ, ആദരവുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. എന്തിനാണ് ഗ്രന്ഥകാരൻ മുസ്തഫ എന്ന ഉദാഹരണം കൊണ്ടുവന്നത്? എന്തിനാണ് മുർത്തഖി എന്ന ഉദാഹരണം കൊണ്ടുവന്നത്? ശരിയല്ലേ? മുസ്തഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടോ, അലിഫിൽ അവസാനിക്കുന്ന ഇസ്മുകളാണ്. അലിഫിൽ അവസാനിക്കുന്ന ഇസ്മുകൾ, ഇല്ലത്തിൻ്റെ ഹറഫായ അലിഫിൽ അവസാനിക്കുന്ന ഇസ്മുകളാണ്. അലിഫിൽ അവസാനിക്കുന്ന ഇസ്മുകൾ എന്തായാലും അതിൻ്റെ പിന്നെ അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം എന്തായിരിക്കും? മഫ്തൂഹാത്തായിരിക്കും, ഫതഹത്തുള്ളതായിരിക്കും. അപ്പോൾ അലിഫിൽ അവസാനിക്കുന്ന തൊട്ടുമുമ്പത്തെ അക്ഷരത്തിന് ഫതഹത്തായ ഇസ്മുകൾ, ആ ഇസ്മുകൾക്കാണ് മഖ്സൂറായ ഇസ്മ എന്ന് പറയാം. മഖ്സൂറായ ഇസ്മ എന്ന് പറയും, അൽ ഇസ്മുൽ മഖ്സൂർ എന്ന് പറയും. അൽ ഇസ്മുൽ മുഅറബുല്ലദീ ഫി ആഖിരിഹി അലിഫുൻ, അൽ ഇസ്മുൽ മുഅറബ്, മുഅറബായ ഇസ്മ, അല്ലദീ ഫി ആഖിരിഹി അലിഫുൻ, അതിൻ്റെ അവസാനത്തിൽ അലിഫാണ്. മഫ്തൂഹ് മാ ഖബ്ലഹു, അതിന് മുമ്പുള്ളതിന് പിന്നെ ഫതഹു ആയിരിക്കും, ഫത്ത് നൽകപ്പെട്ടതുമായിരിക്കും. അപ്പോൾ ഈ പിന്നെ ഇവിടെ പിന്നെ മുസ്തഫ എന്ന മഖ്സൂറായ ഇസ്മ പോലുള്ള യാതൊന്നിന് മുഅത്തല്ലായ ഇസ്മ എന്ന് നീ പേര് പറഞ്ഞോ എന്നാണ് പറയുന്നത്. അതേപോലെ വൽ മുർത്തഖി എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ അവസാനത്തിൽ യാ ആണ്, മുർത്തഖി യാ ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മങ്കൂസായ ഇസ്മ എന്നാണ് പറയുക. മങ്കൂസ്.
എന്താ ഈ മങ്കൂസായ ഇസ്മ എന്ന് പറഞ്ഞെങ്കിൽ കുല്ലു ഇസ്മിൻ മോറബിൻ, എല്ലാം മോറബായ ഇസ്മുമാണ്. ഫി ആഖിരിഹി യാ, അതിൻ്റെ അവസാനത്തിൽ യാ ഉണ്ട്. മജ്റൂറും മാ ഖബ്ലഹു, അതിന് തൊട്ട് മുമ്പുള്ളതിന് എന്തുണ്ട്? ജറും ചെയ്യപ്പെട്ടിട്ടുണ്ട്. കണ്ടോ ഇവിടെ ഖാദി എന്നതിൽ അവസാനത്തിൽ യാ ആണ്. യാവിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് എന്താണ് ഇറാബ്? കെസറാണ്, കെസറാണ്. അപ്പോൾ പിന്നെ ഇത്തരം ഇസ്മുകൾക്കാണ് മങ്കൂസ് എന്ന് പറയാം. ഖാദി, ദാഇ, മുർത്തഖി, ഇങ്ങനെയുള്ള ഇസ്മുകൾക്കാണ് മങ്കൂസ് എന്ന് പറയാം. അപ്പോൾ നമ്മളിവിടെ മഖ്സൂറായ ഇസ്മിനെ കുറിച്ച് പറഞ്ഞ്, മോറബായ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അലിഫ് വന്ന ഇസ്മുകൾക്കാണ് മഖ്സൂറായ ഇസ്മ എന്ന് പറയാം. മങ്കൂസായ ഇസ്മ എന്ന് പറഞ്ഞാൽ മോറബായ ഇസ്മുകളാണ്, അവസാനത്തിൽ യാ ആണ്, യാക്ക് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് കെസറത്താണ്. അപ്പോൾ ഇത്തരം ഇസ്മുകൾക്ക് നീ മുഅ്തൽ എന്ന് പറഞ്ഞതാണ്. മുഅ്തൽ എന്ന് പറഞ്ഞാൽ നഹ്വ് പണ്ഡിതന്മാരുടെ അടുക്കൽ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ വന്ന ഇസ്മുകളാണ്. ഇവിടെ ഒരു വിഷയം, അപ്പോൾ എന്ത് ഈ വാവിന് ഉദാഹരിക്കാതെ വരുന്ന ഇവിടെ മുസ്തഫ അലിഫിന് പറഞ്ഞ്, മുർത്തഖിയ എന്ന് പറഞ്ഞ് വാവിനെ കുറിച്ച് പറഞ്ഞ്, അറബി ഭാഷയിൽ സുക്കൂനായ വാവ് അതിന് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് ദമ്മ് നൽകപ്പെട്ട പദങ്ങളില്ല, അറബി ഭാഷയിലില്ല. പിന്നെ അനറബി ഭാഷയിലാണുള്ളത്. അനറബി ഭാഷയിൽ ഇപ്പോൾ മോസ്കോ, ടോക്കിയോ, മനസ്സിലല്ലേ, ഇങ്ങനെയുള്ള അനറബി വേർഡുകൾ മാത്രമുള്ള അറബി ഭാഷയിൽ എന്തില്ല, ഇങ്ങനത്തെ പേരുകളില്ല. സുക്കൂനായ വാവ് തൊട്ടു മുമ്പ് ഉള്ള അക്ഷരത്തിന് ദമ്മുള്ള അറബി പദങ്ങൾ ഇല്ല. അതുകൊണ്ട് തന്നെ പിന്നെ മങ്കൂസിനെയും മഖ്സൂർ അതിനെയുമാണ് വ്യാകരണത്തിൽ എന്ത് ചെയ്യാം, ഈ ഇറാബിൻ്റെ വിഷയം പറയുമ്പോൾ പിന്നെ വിശദീകരിക്കാം. അതാണ് ഇവിടെ നമ്മുടെ പദ്യകർത്താവ് ഇമാം ഇബ്നു മാലിക് റഹിമഹുല്ലാ ഇവിടെ ഇതിൽ പരിമിതപ്പെടുകയുണ്ടായത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി വസമ്മി മുഅ്തല്ലൻ മിനൽ അസ്മാഇ മ കൽ മുസ്തഫ വൽ മുർത്തഖി മകാരിമ. ഇനി നമുക്കിവിടെ ചില പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്തുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ നമ്മൾ മഖ്സൂർ അതേപോലെ മങ്കൂസ് എന്നിവയെക്കുറിച്ച് പറഞ്ഞ്, എന്താ മഖ്സൂർ? അവസാനത്തിൽ അലിഫുള്ള എല്ലാ മോറബായ ഇസ്മുമാണ്. എന്താണ് മങ്കൂസ്? അവസാനത്തിൽ യാ ഉള്ള, യാക്ക് തൊട്ടു മുൻപുള്ള അക്ഷരത്തിന് കെസറുള്ള എല്ലാ മോറബായ ഇസ്മുമാണ് മങ്കൂസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? മഖ്സൂറും മങ്കൂസും ഒന്നുകൂടി നമുക്ക് ഒന്ന് നിർണ്ണയിക്കപ്പെടണം. ഞാനിവിടെ ചില ഉദാഹരണങ്ങൾ എഴുതാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇനി മഖ്സൂറായ ഇസ്മ അത് ഒന്നുകൂടി എന്ത് ചെയ്യാണ്, ഇതിൽ നിന്ന് പ്രത്യേകം മനസ്സിലാക്കുകയാണ്. കാരണം മഖ്സൂർ പിന്നെ നമുക്ക് മങ്കൂസും മനസ്സിലാക്കണം. ഈ മഖ്സൂർ അതിൻ്റെ ഇറാബാണ് തുടർന്ന് ഗ്രന്ഥകാരൻ ഇവിടെ പറയുന്നത്, പിന്നെ മങ്കൂസിൻ്റെ ഇറാബാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഇറാബ് എന്തെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്താണ് അത് എന്ന് മനസ്സിലാക്കണം. ഞാനിവിടെ പറഞ്ഞു പിന്നെ മഖ്സൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറബായ ഇസ്മാണ്. ആ മുറബായ ഇസ്മിൻ്റെ അവസാനത്തിൽ എന്തുണ്ട്? അലിഫുണ്ട്. അലിഫ് അത് ലാസിമത്തായ അലിഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിന്നെ ഇസ്മിൽ അവിടെ ഏറെ വന്നതല്ല, പിന്നെയോ ആ ഇസ്മിൽ അടിസ്ഥാനപരമായിട്ട് അനിവാര്യമായിട്ടുള്ള അലിഫാണ്. അപ്പോൾ അങ്ങനെ ഈ അലിഫിൽ അവസാനിക്കുന്ന മോറബായ ഇസ്മുകൾക്കാണ് മഖ്സൂർ എന്ന് പറയാം. അപ്പോൾ പണ്ഡിതന്മാർ പറയും കുല്ലു ഇസ്മിൻ, മഖ്സൂർ എന്ന് പറഞ്ഞാൽ എല്ലാ ഇസ്മുമാണ്. മോറബിൻ മോറബായ, ഫി ആഖിരിഹി അലിഫുൻ ലാസിമത്തുൻ, അതിൻ്റെ അവസാനത്തിൽ എന്തുണ്ട്? ഈ ഇസ്മിൻ്റെ അവസാനത്തിൽ ലാസിമത്തായ
ഒരു അലിഫുണ്ട്. സ്വാഭാവികമായിട്ട് ആ അലിഫിൻ്റെ തൊട്ട് മുമ്പ് വരുന്ന അക്ഷരത്തിന് എന്തായിരിക്കും? ഹറക്കത്ത് ഫതഹത്തായിരിക്കും. ഇവിടെ മുസ്തഫ എന്നതുപോലെ. അപ്പോൾ ആ ഒരു നിർവചന പ്രകാരം ഈ യഹ്ഷ സഅ എന്നുള്ളത് മൻകൂസായ ഇസ്മല്ല. പറയുമ്പോൾ ഈ യഹ്ഷ എന്ന് നോക്കി നിങ്ങൾ അലിഫിലാണ് അവസാനിക്കുന്നത്. അവസാനത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹത്താണ് ഹറക്കത്ത് യഹ്ഷ. അതേപോലെ സഅ ദഅ പോലുള്ളതൊക്കെ. ഇതെന്താ മക്സൂറല്ലാത്തത്? ഇത് ഫിഉലാണ്. നമ്മൾ ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? മക്സൂറായ ഇസ്മല്ല. മക്സൂറായ ഇസ്മല്ല. കാരണം ഇത് ഫിഉലാണ്. നമ്മളുടെ വിഷയം ഇസ്മാണ്. പിന്നെ അല ഇല നോക്കി, അല എന്നുള്ളത് അലിഫിലാണ് അവസാനിക്കുന്നത്. ഇല എന്നുള്ളത് അലിഫിലാണ്. തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് ഫതഹത്താണ്. പക്ഷേ അലയും ഇലയും മക്സൂറായ ഇസ്മല്ല. എന്തുകൊണ്ട്? ഇവ ഹറഫുകളാണ്. അല എന്നുള്ളത് ഹറഫാണ്, ഇല എന്നുള്ളതും ഹറഫാണ്. നമ്മൾ ഇസ്മ് മുഅറബായ ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത്. ഹറഫുകളൊക്കെ മബ്നിയാണ്, ഇതൊക്കെ ഹറഫാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിർവചനത്തിൻ്റെ പരിധിയിൽ ഈ അലയും ഇലയും വരുന്നില്ല. അതേപോലെ ദാ മ, ദാ നോക്കിയ അവസാനത്തിൽ അലിഫാണ്, മ അലിഫാണ്, തൊട്ടുമ്പോഴതിന് ഫതഹത്താണ്. പക്ഷേ ദാ മ ഇദ പോലുള്ളതൊന്നും എന്തല്ല, അതൊന്നും മക്സൂറായ ഇസ്മല്ല. മക്സൂറായ ഇസ്മല്ല. എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞു മക്സൂറായ ഇസ്മ മോറബാണ്. മോറബായ മക്സൂറായ ഇസ്മിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. നമ്മൾ പഠിച്ചു ദാ എന്നുള്ളത് ഇസ്മുൽ ഇഷാറ, മ എന്നുള്ളത് ഇസ്മു മൗസൂല. ഇതൊക്കെ ഏതിൽപ്പെട്ടതാണ്? അതൊക്കെ മബ്നിയിൽപ്പെട്ടതാണ്. നമ്മൾ പഠിച്ചില്ലേ? വക്കനിയാബത്തിൻ അനിൽ ഫഇലി ബിലാ തഅസ്സുരിൻ വഖഫ്തിഖാരിൻ ഉസ്സില. അതുപോലെ അതിന് മുമ്പ് കശബഹിൽ വദഈ ഫി ഇസ്മൈ ജിതന വൽ മഅനവി ഫി മത വഫി ഹുന എന്ന് പഠിച്ചില്ലേ? അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു ഇസ്മുൽ ഇഷാറകളൊക്കെ മബ്നിയാണ്, ഇസ്മു മൗസൂലകളൊക്കെ മബ്നിയാണ്. അപ്പോൾ അലിഫിൽ അവസാനിക്കുന്നു, തൊട്ടുമുള്ള അക്ഷരത്തിന് ഹറക്കത്ത് ഫതഹത്താണ് എന്ന് വിചാരിച്ചിട്ട് ഇദാ മ ഇദാ പോലുള്ളതൊന്നും എന്തല്ല നമ്മളുടെ ഇവിടെ പറയപ്പെട്ട മക്സൂറായ ഇസ്മിൻ്റെ പരിധിയിൽ വരുന്നതല്ല. കാരണം ഇത് നമ്മൾ മുഅറബിനെ കുറിച്ചാണ് പറയുന്നത്, അത് മബ്നിയാണ്. പിന്നെ അഹാക്ക അബാക്ക പോലുള്ള ഇവിടെ അബ, നമ്മൾ പറഞ്ഞ അഹാ അബ, ഇതൊന്നും എന്തല്ല? അഹ എന്നുള്ളത് ഇവിടെ അലിഫിലാണ് അലിഫിലാണ്. അബ എന്നുള്ളതും അലിഫിലാണ് അവസാനിക്കുന്നത്. തൊട്ട് മുമ്പുള്ളതിന് ഫതഹത്താണ്. പക്ഷേ അഹ അബ എന്നുള്ളത് നമ്മളുടെ ഈ മുസ്തഫ പോലെ മഖ്സൂറായ ഇസ്മിൽപ്പെട്ടതല്ല. എന്തുകൊണ്ട്? നമ്മൾ പറഞ്ഞു മുസ്തഫ എന്നുള്ളിടത്ത് അലിഫുണ്ട്. ഈ അലിഫ് ലാസിമാണ്, ആ ഇസ്മിൽപ്പെട്ട ലാസിമായ അലിഫാണ്. എന്നാൽ ഇവിടെ അഹ എന്നുള്ളതിൽ അലിഫ് ലാസിമത്തല്ല, അബ എന്നുള്ളതിൽ അലിഫ് ലാസിമത്തല്ല. പിന്നെയോ അതവിടെ ഏറെ വന്നതാണ്. നമ്മൾ പറഞ്ഞു അസ്മാഉ സിത്തയുടെ ഇറാബ് പറഞ്ഞപ്പോൾ അസ്മാഉ സിത്തയുടെ ഇറാബ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതിന് അലിഫ് കൊണ്ടാണ് ഫതഹത്ത്. ഇവിടെ അഹുൻ അബുൻ എന്നാണ്. പക്ഷേ അലിഫ് ഫതഹത്ത് നൽകാൻ വേണ്ടിയിട്ട് വന്നതാണ്, ഏറെ വന്നതാണ്, ലാസിമത്തല്ല. ഇവിടെയും അബ എന്നുള്ളിടത്തും അലിഫ് ഏറെ വന്നതാണ്. അവിടെ ആ ഇസ്മിൽ ലാസിമായിട്ടുള്ള അലിഫല്ല. ഇതേപോലെയാണ് മുസന്നയിൽ മുസന്ന ബിൽആലിഫി ഇർഫഇൽ മുസന്ന വാക്കില ഇദാ ബിമുദ്മരിൻ മുദാഫൻ ഉസ്സില. അവിടെ ബിൽആലിഫി ഇർഫഇൽ മുസന്ന, മുസന്നക്ക് നീ അലിഫ് കൊണ്ട് റഫ് ചെയ്തോന്നാണ്. അപ്പോൾ അവിടെ മുസന്നയിൽ അലിഫ് ഇതേപോലെ വരും. അതവിടെ ഏറെ വരുന്ന സായിദത്തായി വരുന്ന റഫ് ചെയ്യാൻ വേണ്ടി വരുന്ന അലിഫാണ്, അല്ലാതെ ലാസിമത്തായിട്ട് മുസ്തഫ എന്നതിലുള്ളതുപോലെ ഉള്ള അലിഫല്ല. അതേപോലെ മോസ്കോ ഹാദി എന്നുള്ളത് ഇസ്മു മഖ്സൂർ അല്ല. എന്തുകൊണ്ട്? മോസ്കോ എന്നുള്ളത് അവസാനിക്കുന്നത് വാവ് കൊണ്ടാണ്, ഹാദി എന്നുള്ളത് അവസാനിക്കുന്നത് യാ കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഹാദി ഇസ്മു മൻഖൂസാണ്, മഖ്സൂറല്ല. നമ്മളിവിടെ മഖ്സൂറിനെ കുറിച്ചാണ് പറയുന്നത്. മഖ്സൂറായ ഇസ്മെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസിമത്തായ അലിഫ് കൊണ്ട് അവസാനിക്കുന്ന മോറബായ ഇസ്മു മബ്നിയല്ല. മനസ്സിലായി? അപ്പോൾ ആ നിർവചന പ്രകാരം ഈ പറയപ്പെട്ട ഉദാഹരണങ്ങളൊക്കെയും ഈ ഇസ്മു മഖ്സൂറിൻ്റെ പരിധിയിൽ നിന്ന് പുറത്താണ്.
ഉദാഹരണങ്ങളൊക്കെയും ഇസ്മു മഖ്സൂറിൻ്റെ പരിധിയിൽ നിന്ന് പുറത്താണ്. ഇത് ഫിഅലാണ്, ഇത് ഹർഫാണ്, ഇത് മബ്നിയാണ്, അതേപോലെ ഇത് സായിദത്തായ അലിഫുള്ളവയാണ്. ഇത് പിന്നെ വാവ് കൊണ്ടും യാ കൊണ്ടും അവസാനിപ്പിക്കുന്നതാണ്, അലിഫ് കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ മനസ്സിലാക്കി എന്താണ് മഖ്സൂർ എന്ന്, എന്താണ് അൽ ഇസ്മുൽ മഖ്സൂർ എന്ന്. കുല്ലു ഇസ്മിൻ മുഅറബിൻ ഫി ആഖിരിഹി അലിഫുൻ ലാസിമത്തുൻ, ഫി ആഖിരിഹി അലിഫുൻ ലാസിമത്തുൻ. മുഅറബായ എല്ലാ ഇസ്മുമാണ്. ആ ഇസ്മിൻ്റെ ഒടുവിൽ അവസാനത്തിൽ എന്തുണ്ട്? ലാസിമത്തായ അലിഫുണ്ട്. കണ്ടോ? മുസ്തഫ, ഇസ്തഫ, മുസ്തഫ, ആ അലിഫ് അതിൽ ലാസിമത്തായിട്ടുള്ള അലിഫാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇസ്മുകളാണ് മഖ്സൂർ. ഇനി നമുക്ക് മൻഖൂസ് എന്ത് എന്നത് മനസ്സിലാക്കണം. മൻഖൂസ് നമ്മൾ ഒന്ന് പറഞ്ഞു പോയി, പക്ഷേ അതൊന്ന് മനസ്സിലാക്കണം. ഇതേപോലെ അല്ലാത്ത ഉദാഹരണങ്ങൾ നൽകിയിട്ട്, മൻഖൂസ് അല്ലാത്തത് നൽകിയിട്ട് നിർവചനം പറഞ്ഞിട്ട്, എന്നിട്ട് എങ്ങനെയാണ് മഖ്സൂറായ ഇസ്മിൽ ഇഅ്റാബ്, എങ്ങനെയാണ് മൻഖൂസായ ഇസ്മിൽ ഇഅ്റാബ്, അത് ഗ്രന്ഥകാരൻ പറയുന്നത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാഹ്.